അച്ഛനമ്മമാരും അച്ഛനും അമ്മയും ഒക്കെയായി നല്ല രസമായിരുന്നു ഞങ്ങളുടെ വീട്. അച്ഛന് കൃഷിയായിരുന്നു. ഞങ്ങളും പോവും പാടത്ത്. എല്ലാരും ഉണ്ടാവും അവിടെ, ആ ഗ്രാമം മുഴുവൻ. വരൾച്ചയുടെ പിടിയിലമരുന്ന നാടിനെ ഇന്നലെയുടെ സമൃദ്ധി ഓർമ്മപ്പെടുത്തുകയാണ് നീർക്കിളി. ഒപ്പം അവശേഷിക്കുന്ന പച്ചപ്പ് കാത്തുസൂക്ഷിക്കണമെന്ന സന്ദേശവും. കാർഷിക സമൃദ്ധിയുടെ നല്ല ഭൂതകാലത്തിനിപ്പുറം കാലാവസ്ഥാ മാറ്റവും വരൾച്ചയും സ്വപ്നങ്ങൾ തച്ചുടച്ച ഒരു ജനതയുടെ കഥയാണ് നീർക്കിളി പങ്കുവയ്ക്കുന്നത്. ജലം അമൂല്യമാണെന്ന സന്ദേശം കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ പകരുന്നു ഈ ഹ്രസ്വചിത്രം. നീ എന്തിനാ കരയുന്നേ? മഴയില്ലാണ്ടായി, ഞങ്ങളുടെ സന്തോഷമൊക്കെ പോയി. പാടം കരിഞ്ഞുണങ്ങി. സുരക്ഷിതരാണെന്ന മതിഭ്രമത്തിൽ വരൾച്ചാ മുന്നറിയിപ്പുകൾ അവഗണിക്കരുതെന്ന് ചിത്രം പറഞ്ഞുവെക്കുന്നു. മൊങ്ങത്തെ ലിറ്റിൽ ഇന്ത്യ പബ്ലിക് സ്കൂളാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. അധ്യാപികയായ സന്ധ്യ സജുവാണ് സംവിധാനം. എന്റെ നെറ്റിക്കണ ഞണ്ടും പരല് പരല് മീനോളും തവളോളും ഒക്കെ ചത്തു. മണിക്കുട്ടി കിടാവും തള്ളയും ഭ്രാന്ത് കാട്ടി എങ്ങോട്ടോ ഓടിപ്പോയി. പേടിപ്പെടുത്തുന്ന വരണ്ട ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടാൻ പലായനം ചെയ്യുന്ന പെൺകുട്ടിയിൽ നിന്നാണ് നീർക്കിളിയുടെ തുടക്കം. നിലനിൽപ്പിനായി കുടിവെള്ളം തിരയുന്ന ഒരു സമൂഹത്തെയും നമുക്ക് ചിത്രത്തിൽ കാണാം. അച്ചു ഓമനിച്ച് വളർത്തിയ പയറ് ചെടി കരിഞ്ഞുണങ്ങി. ഞങ്ങള് കുറെ മനുഷ്യര് മാത്രം ബാക്കിയായി. മണ്ണും പരിസ്ഥിതിയും ജലവുമെല്ലാം ആവശ്യമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് നീർക്കിളി. ചുട്ടുപൊള്ളുന്ന ഭൂമിയിൽ അവശേഷിക്കുന്ന പച്ചപ്പ് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, ഒരു നല്ല നാളേക്കായി. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.